ഓക്കെ, അപ്പൊ നമുക്കിനി ബാർസ് വേരിങ് ക്രോസ് സെക്ഷൻസ് ആൻഡ് സ്റ്റെപ്സ്. അപ്പോൾ കണ്ടോ, സ്റ്റെപ്സ് പോലെ ക്രോസ് സെക്ഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ, എൽ ഡിഫറെന്റ് ആവും, എ ഡിഫറെന്റ് ആവും, പി സെയിം ആണ്. കണ്ടോ, പി രണ്ട് സൈഡിൽ സെയിം ആണ്. അപ്പൊ എന്താ നമ്മുടെ വ്യത്യാസം വരിക? വി ഹാവ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു total deflection will be equal to PL first delta 1 plus delta 2 plus delta 3. Delta 1 എന്താ P L1 by A1 E1, P same ആയതുകൊണ്ട് P L2 by A2 E2 plus P L3 by A3 E3. നമുക്ക് ഒറ്റൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിൽ കണ്ടാൽ അറിയാം, ഇതിൽ P സെയിം ആണ്. കണ്ടോ, P സെയിം ആണ്, എല്ലാ ഡയമീറ്റേഴ്സ് ഒക്കെ വ്യത്യാസമാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാം? ഇത് കണ്ടോ, ആദ്യം എക്സ്റ്റൻഷൻ ബാർ 1 ഡെൽറ്റ 1 നമുക്കറിയുന്ന ഫോർമുല ഡെൽറ്റ എന്താ PL1 by A1 E. അതിൽ ഡയമീറ്റർ സർക്കുലർ റോഡാണ്, 5/4 d². ഈ സെയിം ആണ്, ഈ ആണ് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലത്തിൽ. സെക്കൻഡ് 5/4 20², തേർഡ് 5/4 25². രണ്ട് എല്ലാത്തിനെയും പി സെയിം ആണ്. എത്രയാ പി? 40 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ പിന്നെ ടോട്ടൽ എക്സ്റ്റൻഷൻ എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ യു കൻ ഫൈൻഡ് ഔട്ട്. ഓക്കെ, സോ ഈ ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ ആൻസർ. നെക്സ്റ്റ് അടുത്തത് പി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ, രണ്ട് മെറ്റീരിയൽസ് ആണ് ഉള്ളത്. P25 ആണ്. ഈ മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ്, മെറ്റീരിയൽ 1 മെറ്റീരിയൽ 2. അപ്പൊ E1ഉം E2ഉം ഉണ്ടാവും. രണ്ട് മെറ്റീരിയലും വേറെ വേറെ E1 ആണ്. അപ്പോൾ എക്സ്റ്റൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇടാം. ഓക്കെ, അപ്പൊ അത് വീണ്ടും അതേപോലെ തന്നെ. ഇനി തേർഡ് ക്വസ്റ്റ്യനിലെ വ്യത്യാസം വരുന്നത് എന്താ വെച്ചാൽ, തേർഡ് ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ട് കോമ്പോസിറ്റ് ബാർ ആണ്. ആ കോമ്പോസിറ്റ് ബാറിന്റെ 1000 mm കോമ്പോസിറ്റ് ബാറിന്റെ 400 mm അവരൊരു ഒരു ട്യൂബ് ബോർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ബോർ ചെയ്ത അതൊരു ഹോളോ ട്യൂബായി. ഹോളോ ട്യൂബിന് ഡയമീറ്റർ എന്താ 5/4 into 30² minus 10². That is 5/4 into capital D² minus small d². ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസമുള്ളൂ. പീരീഡ് അവിടെ നിങ്ങൾ ഇങ്ങനെ ഇടും. ഓക്കെ, ബാക്കിയൊക്കെ തന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്താ ആദ്യം ചെയ്യേണ്ടത്? ഡെൽറ്റ എക്സ്റ്റൻഷൻ ആണ് ചോദിച്ചെങ്കിൽ ഡെൽറ്റ സ്കൂൾ ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ എത്ര നമ്പേഴ്സ് ഉണ്ട് അത്ര അനുസരിച്ച് എലോങ്ങേഷൻ ആഡ് ചെയ്യാം. ചിലപ്പോൾ ടോട്ടൽ എലോങ്ങേഷൻ തന്നിട്ടുണ്ടാവും, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആവും കണ്ടുപിടിക്കണ്ടേ. ചിലപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ടോട്ടൽ എലോങ്ങേഷൻ തന്നിട്ടുണ്ടാവും, ഏരിയ ആവും കണ്ടുപിടിക്കണ്ടേ. എന്തായാലും ഈ ഒരു ഫോർമുലയുള്ളൂ, അതിന്റെ പെർമുറ്റേഷൻ കോമ്പിനേഷൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താ, ഇങ്ങനെ വേരിയിങ് ആയിട്ടുള്ള സെക്ഷൻ ആണെങ്കിൽ കണ്ടോ, കോൺസ്റ്റന്റ്ലി വേരിയിങ് സെക്ഷൻ, അതൊരു ട്രപ്പസോയിഡൽ പോലെ വരാം, അതുപോലെ സർക്കുലർ പോലെയും വരാം. അപ്പൊ അത് നിങ്ങൾ നോക്കണം. റെക്ടാംഗുലർ, ഈ ക്വസ്റ്റ്യൻ ബാർ ഓഫ് സ്റ്റീൽ, ബാർ ഓഫ് സ്റ്റീൽ റെക്ടാംഗുലർ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കണ്ടോ, ട്രപ്പസോയിഡൽ വേരിയേഷൻ ആവും. അപ്പൊ അതിന്റെ ഫോർമുല ഡെൽറ്റ ഇക്വൽ ടു PL by TE into log B1 by V2 by B1 minus V2. ഇതിന്റെ ഡെറിവേഷൻ ഞാൻ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ, എക്സ്റ്റൻഷൻ ഓഫ് ദ ബാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇറ്റ് ഇസ് എ സർക്കുലർ ബാർ. അപ്പൊ അതിന്റെ ഫോർമുല എന്താ, 5/4 into ദാറ്റ് ഇസ് ഏരിയ എന്താ 5/4 into D1 D2 ആണ്. അപ്പൊ അതാണ് ഇവിടെ സർക്കുലർ റോഡിന്റെ വേരിയിങ് ഡയമീറ്റർ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 4PL by 5AD1 D2. ഓക്കെ, സോ ഇതിന് ഇപ്പൊ ഈ ഒരു പ്രോബ്ലത്തിലൊക്കെ വരുമ്പോൾ ഈ ഒരു ഏരിയ വരുമ്പോൾ അവിടെ അതിന്റെ ഫോർമുല ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബാക്കി സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. ഇനി നമുക്ക് ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളത് ബാർ സബ്ജക്ട് ടു വേരിയിങ് ലോഡ്സ്. കണ്ടോ, ഇതുവരെ നമ്മുടെ ലോഡ്സ് സെയിം ആയിരുന്നു. ഇനി വേരിയിങ് ലോഡ്സ് ആകുമ്പോൾ കണ്ടോ, ഒന്ന് 50 ഒന്ന് 10 ആണ്. ഓക്കെ, അപ്പൊ ഇൻ ബിറ്റ്വീൻ ഒക്കെ തന്നിട്ടുണ്ട്. സോ എന്താ നമ്മുടെ നമുക്ക് ആദ്യം, ഇത് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ എടുത്ത് റെക്കോർഡ് ആയില്ല, അതാണ് ഇങ്ങനെ വന്നത്. അപ്പോ സോറി, റബ്ബർ എവിടെയാ, ഒറ്റ മിനിറ്റ്. അപ്പോ ഇതില് കണ്ടോ 50 80 20 10. അപ്പൊ ഇതിലാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ഓരോ സെക്ഷൻ ആക്കണം. ഇത് ആദ്യം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം.
അപ്പോൾ ഇതിനെ മാത്രം ഫ്രീ ഡയഗ്രം വെച്ചിട്ട് ലെഫ്റ്റ് വരുന്ന ഫോഴ്സസും റൈറ്റ് വരുന്ന ഫോഴ്സസും മാത്രം എടുത്ത് എഴുതാം. അപ്പോൾ ഈ ഒരു ഫ്രീ ബോഡിയുടെ ലെഫ്റ്റിൽ 50 kN ഉണ്ട്, പുറത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെയോ 80 പുറത്തേക്ക്, 20ഉം 10ഉം അകത്തേക്ക്. അപ്പം എന്തായി, 80 പ്ലസ് ആക്കി എടുക്കുക, ഇത് രണ്ടും മൈനസ്. അപ്പോൾ 80 മൈനസ് 20 മൈനസ് 10 ആകുമ്പോൾ പ്ലസ് 30 പ്ലസ് 50. സോ യു ഹാവ് 50 ആണ് ഇവിടുത്തെ പി. ഇനി സെക്കൻഡിന് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഓക്കെ, സെക്കൻഡിന് എന്താ വരുന്നത്, നമുക്ക് ഇവിടെ എന്താ 80 ഇവിടെ 10 ഇവിടെ 50 പുറത്തേക്ക് പോകുന്നുണ്ട്, 80 ഇങ്ങോട്ട്. സോ 80 മൈനസ് 50 30 ഇങ്ങോട്ട് 30 ബിക്കോസ് 80 ഇങ്ങോട്ടാണ്. ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലോ 20 ഉണ്ട്, 20 ഇൻറ്റു 10 ഉണ്ട്, രണ്ടും ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. സോ ലെഫ്റ്റിലേക്ക് 30. സി, അപ്പോൾ സെക്കൻഡിന്റെ 30 ആണ്. തേർഡിന് വരച്ചു. അപ്പം എന്താ, പ്ലസ് 80 മൈനസ് 50 മൈനസ് 20 ആകുമ്പോൾ യു ഹാവ് 10 ഇൻ ദ ടുവേർഡ്സ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇവിടെയോ 10 ഇങ്ങോട്ട്. അങ്ങനെ ഇത് ഇവിടെ 10. പിന്നെ ബാക്കിയൊക്കെ പഴയ പോലെ തന്നെ. ആകെ ഒരു പിന്നെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇത് രണ്ടും പുറത്തേക്കാണ് എക്സ്റ്റൻഷൻ. അതുകൊണ്ട് ഇവിടെ പ്ലസ് ടെൻഷൻ പ്ലസും കംപ്രഷൻ മൈനസ് കൊടുക്കുക. ഇവിടെ നോക്കൂ, രണ്ടും ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കംപ്രഷനാണ്, അതുകൊണ്ട് ഇവിടെ മൈനസ്. ഇവിടെയോ രണ്ടും കംപ്രഷനാണ്, സോ ഇവിടെ മൈനസ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോർഷനാണ്.